ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്ത്രീ 2 എന്ന മൂവിയാണ്. മൂവിയുടെ ഫസ്റ്റ് പാർട്ടായ സ്ത്രീ എന്ന മൂവി കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല വീഡിയോ കാണുന്നവർ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്ത്രീ 2 എന്ന ഈ മൂവി തുടങ്ങുന്നത് തന്നെ നമ്മുടെ സ്ത്രീയുടെ ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നിടത്താണ്. പതിവ് പോലെ അവിടുത്തെ പൂജ ദിവസം ആ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സ്ത്രീ കാണുന്നത് തനിക്ക് വേണ്ടി ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ആ നാട് മുഴുവൻ തന്നെ ആദരിക്കുന്നതുമാണ്. അതുകൊണ്ട് സ്ത്രീ സന്തോഷപൂർവ്വം അവിടെ നിന്നും തിരിച്ചു പോകുന്നു. എന്നാൽ സ്ത്രീ ആ നാട് വിട്ടു പോകുന്നതോടുകൂടി അവിടേക്ക് മറ്റൊരു രാക്ഷസം വരുന്നതാണ് കാണിക്കുന്നത്. രാത്രിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് എന്തോ ഒരു സാധനം ഉരുണ്ടു വരുന്നു. അവൾ അത് എടുത്തു നോക്കുമ്പോ അതൊരു തലയായിരുന്നു. ആ രാക്ഷസന്റെ തല കട്ട് ചെയ്ത രീതിയിലായിരുന്നു അത്. പേടിച്ച് നിലവിളിച്ച അവളെ ആ തല എങ്ങോട്ടോ വലിച്ചു കൊണ്ടുപോകുന്നു. സർക്കട്ട എന്നായിരുന്നു ആ രാക്ഷസന്റെ പേര്. അതിന്റെ തലയും ഉടലും വെവ്വേറെയായിരുന്നു. ഇനി അവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ആ അമ്പലത്തിലെ ഉത്സവം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ സ്ത്രീക്ക് വേണ്ടിയിട്ട് വലിയൊരു പ്രതിമ കൂടി ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീയുടെ കഥ അവർ പാട്ടുരൂപത്തിൽ എല്ലാവരെയും പറഞ്ഞു കേൾപ്പിക്കുന്നു. ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്ന രുദ്ര എന്ന് പറയുന്ന അതേ ആളുടെ അടുത്തേക്ക് ഒരു കത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു മാസം മുമ്പ് അയച്ച കത്തായിരുന്നു, പക്ഷെ എത്തുന്നത് ഇപ്പോഴാണ്. ആ കത്തിലുണ്ടായിരുന്നത് ഫസ്റ്റ് പാർട്ടില് അവരുടെ കയ്യിലുണ്ടായിരുന്ന ചന്ദേരി പുരാൺ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ നിന്നും കീറിയെടുത്ത പേപ്പറുകളായിരുന്നു. ആ പേജുകളിൽ എഴുതിയിരിക്കുന്നത് വായിച്ചതും അയാൾ ഞെട്ടിപ്പോകുന്നു. അയാൾ അതുമായിട്ട് നമ്മുടെ നായകനായ വിക്കിയുടെ അടുത്തേക്ക് പോവുകയാണ്. വിക്കി അപ്പോഴും നമ്മുടെ നായികയെ സ്വപ്നം കണ്ടിരിപ്പായിരുന്നു. അവൾ പോയിട്ട് കുറെ നാളായി, എന്നായിരിക്കും തിരിച്ചു വരുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. രുദ്രൻ ആ പേപ്പറുകളെല്ലാം തന്നെ വിക്കിയെ കാണിക്കുന്നു. അക്കൂട്ടത്തിൽ ഒരു നോട്ട് കൂടി ഉണ്ടായിരുന്നു. അയാൾ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. ആര് വരുമെന്നാണ് ഈ കത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. തനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയേണ്ടതെന്നും സ്ത്രീ എന്തായാലും ഇവിടുന്ന് പോയല്ലോ, ഇനി വേറെന്ത് പ്രശ്നം വരാനാണെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ താഴെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ അവന്റെ അച്ഛൻ അവനെ പിടിച്ചു നിർത്തി ഉപദേശിക്കുന്നുണ്ട്. ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും നാട് വിട്ടു പോവുകയാണ്, എല്ലാവരും രാത്രിക്ക് രാത്രി ഒളിച്ചോടുന്നു. നീ അതുകൊണ്ട് ഇനിയും കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇനി നിനക്ക് പെണ്ണ് കിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവൻ നേരെ പോകുന്നത് അവന്റെ ഫ്രണ്ട് ബിട്ടുവിനെ കാണാനായിരുന്നു. ബിട്ടുവിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേര് ചിട്ടി എന്നാണ്. അവർ രണ്ടുപേരും ചിട്ടിയോട് സംസാരിക്കുന്നു. ബിട്ടു ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് ചിട്ടിക്ക് താരാട്ടുപാട്ട് പാടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു. അന്ന് രാത്രിയും വിക്കിയുടെ കൂടെ ബിട്ടു അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവളെ പാട്ടൊക്കെ പാടി ഉറക്കിയ ശേഷം അവൻ താഴേക്ക് വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും താഴെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചിട്ടിയുടെ റൂമിലേക്ക് തുടക്കത്തിൽ കാണിച്ച ആ രാക്ഷസനായ സർക്കട്ട വരുന്നുണ്ട്. ആ രാക്ഷസം വന്ന് ചിട്ടിയെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. നിലവിളി കേട്ട് എല്ലാവരും മുകളിലേക്ക് ഓടി ചെല്ലുന്നു. അവിടെ നോക്കുമ്പോഴാകട്ടെ ഭിത്തി പൊളിഞ്ഞിട്ടുണ്ട്. അതിലൊരാളിന്റെ രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ തല മാത്രമില്ലായിരുന്നു. ശരീരത്തിന്റെ ആകൃതിയായിരുന്നു ആ പൊളിഞ്ഞുപോയ ഭിത്തിയിൽ ഉണ്ടായിരുന്നത്. ചിട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. അവർ അതുവഴി ചിട്ടി അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. വഴിയോരത്ത് കിടന്ന ഒരാൾ പറയുന്നുണ്ട് തലയില്ലാത്തൊരു രൂപം ചിട്ടി എടുത്തുകൊണ്ട് പോയി എന്ന്. ആദ്യം അയാൾ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ചിട്ടിയുടെ കാലിലുണ്ടായിരുന്ന സോക്സ് അയാൾ എടുത്ത് കാണിക്കുന്നു. അങ്ങനെ ആൾക്കാർ എന്താണ് സംഭവിച്ചെന്ന് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിക്കി ആകട്ടെ ആരെയോ കാണുന്നുണ്ട്. അയാളുടെ പുറകെ വിക്കി പോകുന്നു. അങ്ങനെ പോയി അവൻ ചെല്ലുന്നതാകട്ടെ സ്ത്രീയുടെ അടച്ചുപൂട്ടിയിട്ടിരുന്ന ആ കോട്ടയിലേക്ക്. സ്ത്രീയാണോ വന്നതെന്ന് പേടിച്ചിട്ട് അവൻ നിൽക്കുകയായിരുന്നു. പക്ഷെ അത് നമ്മുടെ നായികയായിരുന്നു. അവന് കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ തിരിച്ചു വന്നതിൽ അവൻ ഒരുപാട് സന്തോഷം തോന്നി. അവൾ അവനോട് പറയുന്നുണ്ട് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനാണ് വന്നത്. ഈ നാട്ടിലേക്ക് വലിയൊരു രാക്ഷസം വന്നിട്ടുണ്ട്. സ്ത്രീ എന്ന ആ വേശ്യയെ കൊന്ന ആള് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്ന ആ സർക്കട്ട എന്ന് പറയുന്ന രാക്ഷസൻ. തിരിച്ച് ആത്മാവായി മാറിയ സ്ത്രീ തന്നെയാണ് അയാളുടെ തലയറുത്തത്. അതുകൊണ്ടാണ് സ്ത്രീ പോയ ശേഷം അയാൾ തിരിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് പെട്ടെന്ന് തന്നെ ഈ വിവരം രുദ്രയും ബിട്ടുവിനെയും പോയി അറിയിക്കുന്നു. രുദ്ര ആ കീറിപ്പോയ പേപ്പറുകൾ എടുത്തിട്ട് അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നു. സ്ത്രീ ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് ചന്ദ്രബാൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ സ്ഥലത്ത് മുഖ്യനായിരുന്നു. വളരെയധികം ഉയരമുള്ള അയാൾ വലിയൊരു മദ്യപാനി കൂടിയായിരുന്നു. വേശ്യയായിരുന്ന സ്ത്രീ തന്റെ കാമുകനെ വിവാഹം കഴിക്കുന്നത് മനസ്സിലാക്കിയ ചന്ദ്രബാൻ ആ കാമുകന്റെ തലയിറക്കുന്നു ആദ്യം. അതിനുശേഷം സ്ത്രീയെ കൊല്ലുന്നു. അതും അവരുടെ ചെറിയ മകളുടെ മുൻപിൽ വെച്ച് തന്നെ. എന്നിട്ട് അവരെ രണ്ടുപേരെയും കത്തിച്ചു കളയുകയായിരുന്നു. അതിനുശേഷം ആത്മാവായി വന്ന സ്ത്രീ ആകട്ടെ ഈ ചന്ദ്രബാന്റെ തലയിറക്കുന്നു. തലയും ശരീരവും വെവ്വേറെയായി മാറി. അന്നു മുതൽ അയാൾ സർക്കട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഈ നാട്ടിൽ നിന്നും പോയതോടുകൂടി അയാൾ ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ബിട്ടു പറയുന്നുണ്ട് തന്റെ കാമുകി ചിട്ടിയും ഇയാളാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന്. വൈകിയാണ് തന്നോട് ഇതെല്ലാം എന്ന് പറഞ്ഞതെന്ന് വിക്കി പറയുമ്പോൾ മറ്റുള്ള രണ്ടുപേരും അതിശയിക്കുന്നു. ബിട്ടു പറയുന്നുണ്ട് നീ പ്രേമിക്കുന്ന ആ പെൺകുട്ടി ഏതോ ആത്മാവാണെന്ന്, അവൾ ഏതോ പിശാശാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്താണെങ്കിലും ഈ സർക്കട്ടയെ തോൽപ്പിക്കണമെങ്കിൽ സ്ത്രീയെ തിരിച്ചു വിളിക്കണമെന്നാണ് വിക്കി പറയുന്നത്. സ്ത്രീയെ തിരിച്ചു വിളിക്കണമെങ്കിൽ ജനയുടെ സഹായം വേണം. അന്ന് സ്ത്രീ ആകട്ടെ ജനയെ തന്റെ വലയത്തിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ പല അംശങ്ങളും ജനയുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ജനയ്ക്ക് കണ്ടെത്താൻ കഴിയും സ്ത്രീ എവിടെയാണെന്ന്. അവൻ ഇടയ്ക്കിടയ്ക്ക് അന്ന് വന്നുകൊണ്ടിരുന്ന പോലെയുള്ള ഭ്രമങ്ങൾ വരാറുണ്ടായിരുന്നു. അത് കാരണം അവന്റെ അമ്മ അവനെ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ജനയെ തേടി ജനയെ കാണാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്നു. നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി നീ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് അവർ അവനെ നാട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. അവിടെ വെച്ച് ജന വളർത്തുന്ന ഒരു നായയെ കാണുന്നു. എന്നാൽ അതിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് പേടിയായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് ബേഡിയായിരുന്നു.
ബിട്ടുവിനും വിക്കിക്കും അത് മനസ്സിലായില്ല. ബേഡി എന്ന മൂവി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും മനുഷ്യനും ചെന്നായും ചേർന്നിട്ടുള്ള രൂപമാണ് അതെന്ന്. അങ്ങനെ ജനയും കൂട്ടി നാട്ടിലെത്തിയ ശേഷമാണ് അവരെല്ലാ സത്യങ്ങളും ജനയോട് തുറന്നു പറയുന്നത്. പ്രിയെ തിരിച്ചു വിളിക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴേ അവന് പേടിയാകാൻ തുടങ്ങി. എന്നാൽ അവരുടെ നിർബന്ധം കാരണം അവരെ സഹായിക്കാമെന്ന് അവൻ സമ്മതിക്കുന്നു. അങ്ങനെ അവർ സ്ത്രീയുടെ കോട്ടയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് സ്ത്രീയെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വരുന്നതാകട്ടെ സ്ത്രീയായിരുന്നില്ല, ആ സർക്കട്ടയായിരുന്നു. അത് വന്ന് ജനയെ ആക്രമിക്കുന്നു. അവനെ എയറിലേക്ക് ഉയർത്തിയ ശേഷം താഴേക്കിടുന്നു. അവരവനെ വിളിച്ചുണർത്തുന്നെങ്കിലും അവൻ കുറച്ചു നേരത്തേക്ക് മരിച്ച പോലെ തന്നെ കിടക്കുകയായിരുന്നു. അവന് ശ്വാസം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവൻ മരിച്ചു എന്നാലോചിച്ച് അവർ പേടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല, ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ. പേടിച്ചുപോയ എല്ലാവരും അവിടെ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. അവരുടെ പിറകെ തന്നെ ആ സർക്കട്ടയുണ്ടായിരുന്നു. അതിന്റെ തല വന്ന് അവരെ ആക്രമിക്കുന്നുണ്ട്. ഒരു ബൈക്കിന് തീ കൊളുത്തിയാണ് അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. അവർ ആ സ്ത്രീയുടെ പ്രതിമയുള്ള ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ സർക്കട്ട അവിടേക്ക് വന്നിട്ട് അവരെ വീണ്ടും ആക്രമിക്കുന്നു. വിക്കിയെ പിടിച്ചുകൊണ്ടു പോകാൻ അത് ശ്രമിക്കുമ്പോഴാകട്ടെ ബാക്കി എല്ലാവരും ചേർന്നിട്ട് വിക്കിയുടെ കാലിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ട്. ആ സമയത്ത് രക്ഷകയെ എത്തുന്നത് നമ്മുടെ നായികയായിരുന്നു. അവള് തന്റെ നീണ്ട തലമുടി ഉപയോഗിച്ചിട്ട് ആ സർക്കട്ടയെ ആക്രമിക്കുന്നു. ഫസ്റ്റ് പാർട്ടിലാകട്ടെ സ്ത്രീയുടെ തലമുടി കട്ട് ചെയ്തിട്ട് നമ്മുടെ നായിക സ്വന്തം തലമുടിയായിട്ട് ചേർത്ത് വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് സ്ത്രീയുടെ ഒരുപാട് ശക്തി നമ്മുടെ നായികയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ശക്തി ഉപയോഗിച്ച് അവൾ സർക്കട്ടയുമായിട്ട് പോരാടുന്നു. എന്നാൽ പോലും അധിക നേരം അവൾക്ക് സർക്കട്ടയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവളെയും നിലം പതിപ്പിക്കുകയാണ് സർക്കട്ട. എന്നിട്ട് സ്ത്രീയുടെ ആ വലിയ പ്രതിമ തകർത്ത് കളയുന്നു. അവിടെ ആ സർക്കട്ട സ്വന്തം തല കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ് എല്ലാവരും. നമ്മുടെ നായിക ബാക്കി എല്ലാവരോടും സ്ത്രീയുടെ മുടി ഉപയോഗിച്ച് തനിക്ക് ശക്തി കിട്ടിയ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ മന്ത്രവാദം പഠിക്കാൻ പോയതാണെന്ന്. ജനയാകട്ടെ അവരോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ലോകത്തിലെ കാഴ്ചകളാണ് കാണുന്നത്. നേരത്തെ സർക്കട്ട ആക്രമിച്ച സമയത്ത് അവൻ കുറച്ചു നേരം മരിച്ച പോലെ കിടന്നില്ലേ, ആ സമയത്ത് അവൻ സർക്കട്ടയുടെ ലോകത്തേക്ക് പോയിരുന്നു. അവിടെ ഒരുപാട് ലാവയുണ്ട്. വളരെ വിചിത്രമായിരുന്നു ആ ലോകം. ഈ നാട്ടിൽ നിന്നും കാണാതെ പോയ പെൺകുട്ടികളെല്ലാം തന്നെ തലമുണ്ടനം ചെയ്ത രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എന്താ വിചാരിച്ചിരുന്നത്, അവരെല്ലാം ഈ ഗ്രാമം വിട്ട് പട്ടണത്തിലേക്ക് നാടുവിട്ടതാണെന്ന്. എന്നാൽ അവരെല്ലാം സർക്കട്ട പിടിച്ചുകൊണ്ട് പോയതായിരുന്നു. ഗ്രാമത്തിൽ മോഡേൺ ആയിട്ട് നടന്നിരുന്ന പെൺകുട്ടികളെയായിരുന്നു സർക്കട്ട തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അത് കാരണം അവിടുത്തെ സ്ത്രീകളെല്ലാം തന്നെ തങ്ങളുടെ വസ്ത്രങ്ങൾ ധരിക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് സ്ത്രീയിൽ നിന്നും ഈ നാടിനെ രക്ഷിച്ച പോലെ വിക്കി തന്നെ വേണം സർക്കട്ടയിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കാനെന്ന്. ആ ചുമതല അവന്റെ തലയിലായി മാറിയിരിക്കുന്നു. സർക്കട്ടയെ ഒരു തവണ തലയറുത്ത് കൊന്നത് സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ തല രണ്ടായിട്ട് അറുത്ത് കളഞ്ഞാൽ മാത്രമേ അവൻ മരിക്കൂ. അത് ചെയ്യേണ്ടത് നിന്റെ ചുമതലയാണെന്ന് നായിക വിക്കിയോട് പറയുന്നു. എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു കത്തിയും കൊടുക്കുന്നുണ്ട്. ഈ സർക്കട്ടയെ അവരുടെ മുൻപിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ആവശ്യമുണ്ട്. മോഡേൺ ആയിട്ട് വസ്ത്രം ധരിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ട് നമുക്ക് ഡാൻസ് കളിപ്പിക്കാം. സർക്കട്ട എവിടെ നിന്നെങ്കിലും വരും. അതിനെപ്പറ്റി ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രുദ്രയാകട്ടെ അവരെ കൊണ്ടുപോകുന്നത് ക്ഷമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കായിരുന്നു. രുദ്രയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ ക്ഷമ തയ്യാറായിരുന്നു. അത് കാരണം കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ക്ഷമ അവരുടെ കൂടെ ചെല്ലുന്നു. അവിടെ ക്ഷമയുടെ ഒരു നൃത്തം തന്നെ അവർ സംഘടിപ്പിക്കുകയാണ്. ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആണുങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവര് പ്രതീക്ഷ പോലെ തന്നെ സർക്കട്ട അവിടേക്ക് വരുന്നു. വിക്കി പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ക്ഷമയെ അയാൾ തൊടാൻ പാടില്ല എന്ന്. പക്ഷെ സർക്കട്ടയാകട്ടെ വിക്കിയും ഗ്യാങ്ങും ഒഴിച്ചുള്ള ബാക്കി എല്ലാവരെയും തന്നെ തന്റെ വശതയിലാക്കിയിരുന്നു. അവരുടെ എല്ലാം കണ്ണുകളുടെ നിറം മാറി. സർക്കട്ട പറയുന്നതല്ലാതെ അവരൊന്നും തന്നെ ചെയ്യില്ല. അത് കാരണം അവർ തടുക്കുന്നതിന് മുൻപ് തന്നെ ക്ഷമയും കൊണ്ട് സർക്കട്ട അവിടെ നിന്നും പോയിരുന്നു. ഈ സമയത്തൊന്നും തന്നെ നമ്മുടെ നായിക അവിടെയില്ല. ആവശ്യ സമയത്ത് അവൾക്ക് എവിടെ പോയി കിടക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. സർക്കട്ടയുടെ നേതൃത്വത്തിലായ പുരുഷന്മാരെല്ലാം തന്നെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. പൂജ നടക്കാൻ പോകുന്ന ദിവസം സർക്കട്ട തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ബലി കൊടുക്കാനായിരുന്നു സർക്കട്ടയുടെ തീരുമാനം. ഈ സംഭവത്തിന് ശേഷമാണ് നായിക വീണ്ടും അവരുടെ അടുത്തേക്ക് വരുന്നത്. നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് വിക്കി ചോദിക്കുന്നു. ഞാൻ സർക്കട്ടയുടെ ആ ലോകത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് അവള് പറയുന്നത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്തെങ്കിലും സർക്കട്ടയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ആ കത്തയച്ചത് ആരാണെന്ന് അറിയണം. അങ്ങനെ അവർ ആ കത്തിലെ അഡ്രസ്സ് നോക്കുമ്പോൾ ഭോപ്പാലിലുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ആ കത്ത് വന്നത്. അവർ അവിടേക്ക് അന്വേഷിച്ചു പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് അവർ പുതിയൊരു കഥാപാത്രത്തെ കാണുന്നത്. അക്ഷയ് കുമാറാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അയാൾ അവരോട് സർക്കട്ടയെ പറ്റി സംസാരിക്കുന്നു. സർക്കട്ടയുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളായിരുന്നു അയാൾ. സർക്കട്ടയെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അയാൾക്ക് അറിയാമായിരുന്നു. സർക്കട്ടയെ കൊല്ലണമെങ്കിൽ അവന്റെ താവളത്തിലേക്ക് തന്നെ പോകണം. മാത്രമല്ല ഒരു മനുഷ്യനോ മൃഗത്തിനോ ഒരു പുരുഷനോ സ്ത്രീക്കോ അയാളെ കൊല്ലാൻ കഴിയില്ല. കൊല്ലണമെങ്കിൽ ഇത് രണ്ടും പാതി പാതിയായിട്ടിരിക്കണം. ഒന്നുകിൽ സ്ത്രീയും പുരുഷനും കൂടി ചേർന്ന്, അല്ലെങ്കിൽ മനുഷ്യനും മൃഗവും കൂടി ചേർന്ന്. ഇതെല്ലാം കേട്ടതും അവർക്ക് ആകെ വട്ടെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരാളെ എങ്ങനെ കണ്ടെത്താനാണ്? അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ആ വാതിലിലൂടെ അവന്റെ താവളത്തിലേക്ക് കടക്കാൻ കഴിയൂ. ബിട്ടുവിന് പെട്ടെന്ന് തന്റെ മനസ്സിൽ ബേഡിയെ കുറിച്ചുള്ള ഐഡിയ വരുന്നുണ്ട്. എന്നാൽ തന്റെ കൂട്ടുകാരോട് അവൻ അത് തുറന്നു പറയുന്നില്ല. ബേഡിയും പാതി മനുഷ്യനും പാതി മൃഗവും ആണല്ലോ. പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മുടെ നായിക പറയുന്നുണ്ട്, എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ടെന്ന്. നമുക്ക് അത് വെച്ച് ആ വാതിൽ കടന്നു പോകാമെന്ന്.
കൊല്ലണമെന്ന്. അങ്ങനെ വിക്കി വേണം സർക്കട്ടെ കൊല്ലാൻ. ഒറ്റവെട്ടിന് രണ്ടാക്കണം അവന്റെ തല. അതിനുവേണ്ടി അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ സർക്കട്ടെ കൊല്ലാൻ വേണ്ടിട്ട് അയാളുടെ താവളത്തിലേക്ക് പോകുന്നു. ആ വാതിലിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് നായിക പറയുന്നുണ്ട്, നീ എന്റെ അടുത്തേക്ക് വന്ന് നിൽക്കാൻ. നായിക തന്റെ ശക്തി ഉപയോഗിച്ച് വിക്കിയുടെ ശരീരത്തിലേക്ക് കയറുന്നുണ്ട്. ഇത് കണ്ട് ബാക്കി എല്ലാവരും ഞെട്ടുന്നു. അവൾക്ക് എവിടെ നിന്നാ ഇത്രയും പവേഴ്സ് എന്ന് അവർക്ക് മനസ്സിലായില്ല. പാതി പുരുഷനും പാതി സ്ത്രീയുമായിട്ടുള്ള ആ രൂപം ആ വാതിലിലൂടെ അകത്തേക്ക് കടക്കുന്നു. സർക്കട്ടയുടെ താവളത്തിനുള്ളിൽ കയറിയതും അവൾ അവന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നു. നായിക അവനോട് പറയുന്നുണ്ട്, ശരിക്കും സർക്കട്ടയ്ക്ക് ആവശ്യം എന്നെയാണ്, എന്റെ ബലിയാണ് അവന് വേണ്ടത്. സ്ത്രീയുടെ മുടി എന്റെ മുടിയുമായിട്ട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവൻ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് സ്ത്രീ എന്നാണ്. അതുകൊണ്ട് അവൻ എന്നെ കൊല്ലാൻ എന്തായാലും വരും. അതിനു മുൻപ് ആ പെൺകുട്ടികളെ നീ രക്ഷിക്കണം. എന്നാൽ നിനക്കൊന്നും വരാതെ ഞാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് വിക്കി ആകട്ടെ ആ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. താഴെ എല്ലാം തന്നെ ലാവയായിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ പെൺകുട്ടികളുടെ അടുത്തെത്തിയിട്ട് അവരെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരാരും വിളി പോലും കേൾക്കുന്നില്ല. പക്ഷെ ആ സമയത്തേക്കും സർക്കട്ട വന്ന് നായികയെ ആക്രമിച്ചിരുന്നു. അവളുടെ ആത്മാവിനെ അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നായികയുടെ ആത്മാവ് വലിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടികളുടെ ആത്മാവിനെയും സർക്കട്ട എടുക്കുന്നുണ്ടായിരുന്നു. അതിനർത്ഥം നായിക മരിച്ചാൽ ഈ പെൺകുട്ടികളും മരിക്കും. അത് കാരണം അവൻ നായികയെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു പോവുകയാണ്. പുറത്തിരുന്ന രുദ്രയും സംഘവും ആകട്ടെ ജനയുടെ സഹായത്തോടു കൂടി അവന്റെ ദിവ്യദൃഷ്ടിയിലൂടെ അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നായികയെ രക്ഷിക്കാൻ വേണ്ടി വിക്കി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സർക്കട്ടയുടെ ആ തല രണ്ടായിട്ട് മുറിക്കുന്നു. എന്നാൽ അതുകൊണ്ടും ആ രാക്ഷസം മരിച്ചില്ല. ആ മുറിഞ്ഞുപോയ തല വീണ്ടും പൂർണ്ണമായി രണ്ട് തലകളായി മാറി. എത്ര തവണ ആ തല മുറിക്കുന്നു, വീണ്ടും വീണ്ടും ഓരോ പീസുകൾ പൂർണ്ണമായി അടുത്ത തലയായി മാറും. നായിക തന്റെ ശക്തിയുള്ള മുടി ഉപയോഗിച്ചിട്ട് രാക്ഷസനുമായി പോരാടുന്നു. ഈ കത്തി കൊണ്ട് മുറിച്ചിട്ട് കാര്യമില്ല എന്നും സ്ത്രീ സർക്കട്ടയെ കൊന്ന അതേ കത്തി കൊണ്ട് തന്നെ മുറിക്കണമെന്നുമാണ് നായിക പറയുന്നത്. ആ കത്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. വിക്കിയോട് പോയി ആ കത്തി എടുത്തുകൊണ്ട് വരാൻ നായിക പറയുന്നു. പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും ആ കത്തി ഊരി വരുന്നുണ്ടായിരുന്നില്ല. നീ മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചെടുക്കാനാണ് അവള് പറയുന്നത്. അപ്പോഴേക്കും സർക്കട്ട വീണ്ടും നായികയുടെ ആത്മാവിനെ വലിച്ചെടുക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഈ സമയം രക്ഷകനായി ബേഡിയ അവിടേക്ക് വരുന്നു. ജന ഓൾറെഡി തന്നെ ബേഡിയെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതവന്റെ പ്ലാൻ ബി ആയിരുന്നു. പിന്നെ ബേഡിയും സർക്കട്ടയും തമ്മിൽ വലിയൊരു ഫൈറ്റ് ആണ് നടക്കുന്നത്. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ സർക്കട്ട ബേഡിയെ എടുത്ത് ദൂരേക്ക് എറിയുന്നു. അപ്പോഴേക്കും സർക്കട്ടയുടെ ഉടലും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉടലും തലയും കൂടിച്ചേർന്നതോടുകൂടി നായികയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സർക്കട്ടയാകട്ടെ അവളുടെ മുടി വലിച്ചു പിഴുതെടുക്കുന്നു. അവളുടെ ശക്തിയെല്ലാം ചോർന്നു പോയിരുന്നു. അവളുടെ കഴുത്തിൽ അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു സർക്കട്ട. അവൾ രണ്ടും കൽപ്പിച്ച് അമ്മയെന്ന് വിളിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് സ്ത്രീ തിരിച്ചു വരികയാണ്. പിന്നീട് സ്ത്രീയും സർക്കട്ടയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അവരെ സഹായിക്കാൻ ബേഡിയയും കൂടിയിരുന്നു. ആ സമയം കൊണ്ട് വിക്കി തന്റെ പൂർണ്ണ മനസ്സോടുകൂടി ആ ആയുധം പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് അത് സ്ത്രീക്ക് നേരെ എറിഞ്ഞു കൊടുക്കുന്നു. ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീയാകട്ടെ സർക്കട്ടയുടെ തലയറുത്ത ശേഷം അയാളുടെ തല രണ്ടായിട്ട് മുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ലാവയിലേക്ക് എറിയുന്നുണ്ട്. അതോടുകൂടി സർക്കട്ട ഇല്ലാതായി. സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്നും പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ സ്വബോധം തിരിച്ചു കിട്ടി. അവരെയും കൂട്ടി ഇവരെല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. സർക്കട്ടയുടെ നിയന്ത്രണത്തിലായിരുന്ന അവിടുത്തെ പുരുഷന്മാർക്കും അവരുടെ സ്വബോധം തിരിച്ചു കിട്ടിയിരുന്നു. അവരെല്ലാവരും ചേർന്നിട്ട് അവിടുത്തെ പൂജ നടത്തുന്നു. നമ്മുടെ നായിക വീണ്ടും ആ നാട് വിട്ട് പോകാൻ നിൽക്കുകയാണ്. വിക്കി അവളോട് സംസാരിക്കുന്നു. എന്തിനാ ഇവിടെ നിന്ന് പോകുന്നെന്ന് ചോദിക്കുന്നു. അറ്റ്ലീസ്റ്റ് നിന്റെ പേരെങ്കിലും ഒന്ന് പറഞ്ഞൂടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നെ പറ്റിയുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വെറുക്കുമെന്നാണ് അവൾ പറയുന്നത്. ഞാൻ സ്ത്രീയുടെ മകളാണ്. ഇത് കേട്ടതും നായകൻ ഞെട്ടി. അതെങ്ങനെ നീ സ്ത്രീയുടെ മകളാകും? സ്ത്രീ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ മകളൊക്കെ എന്നെ മരിച്ചു പോകേണ്ട സമയം കഴിഞ്ഞു. ഇത് കേട്ട് നായിക ചിരിക്കുന്നു. എന്റെ കൂട്ടുകാര് പറഞ്ഞതാണ് ശരി. ഞാനും ഒരു പിശാച് തന്നെയാണ്. നീ സ്ത്രീയുടെ മകളാണെങ്കിൽ നിന്നെ സ്ത്രീ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് അവൻ ചോദിക്കുന്നു. മൂവിയുടെ ഫസ്റ്റ് പാർട്ടില് സ്ത്രീ ഇവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവള് പറയുന്നുണ്ട്, സ്ത്രീക്ക് എന്റെ ചെറുപ്പത്തിലെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. എന്നെ ഈ രൂപത്തിൽ സ്ത്രീക്ക് അറിയത്തില്ല. ഈ പിശാചാണെങ്കിലും മനുഷ്യനാണെങ്കിലും എന്താണെങ്കിലും പ്രശ്നമില്ല, നീ എന്റെ കൂടെ വേണമെന്ന് നായകൻ പറയുന്നു. എന്നാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പോകാൻ ഒരുങ്ങുകയാണ്. നിന്റെ പേരെങ്കിലും ഒന്ന് പറ എന്ന് അവൻ വീണ്ടും പറയുന്നു. അങ്ങനെ അവള് അവന്റെ ചെവിയിൽ എന്തോ ഒരു പേര് പറയുന്നുണ്ട്. അത് വളരെ വിചിത്രമായിരുന്നു എന്ന് അവന്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാകും. അവന്റെ മുൻപിൽ വെച്ച് തന്നെ അവൾ അപ്രത്യക്ഷയാവുകയാണ്. അവന്റെ കൂട്ടുകാർ വന്ന് ചോദിക്കുന്നുണ്ട് അവൾ എന്ത് പേരാണ് പറഞ്ഞതെന്ന്. എന്നാൽ അവൻ ഒന്നും പറയാതെ തന്നെ നിൽക്കുകയായിരുന്നു. മൂവിയുടെ കഥ ഇവിടെ അവസാനിച്ചെങ്കിലും വീണ്ടും രണ്ട് സീൻ കൂടി കാണിക്കുന്നുണ്ട്. ബേദിയുടെ അടുത്തേക്ക് ജന വരുന്നതും ബേദിക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് കൊടുക്കുന്നതുമായിരുന്നു ആ ഒരു സീൻ. മൂഞ്ചി എന്ന് പറയുന്ന മൂവിയുടെ അവസാനവും ഇതേ ഒരു സീൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ എല്ലാ മൂവീസും കണക്റ്റഡ് ആണ്. ബേദിക്കും നായികയോട് ഒരു പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതവൻ ജനയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അടുത്ത സീനിലാകട്ടെ ആ സർക്കട്ടയുടെ വംശജനായ മെന്റൽ ഹോസ്പിറ്റൽ കണ്ട ആളെയാണ് കാണിക്കുന്നത്. അയാളുടെ കയ്യിലാകട്ടെ ലാവ നിറഞ്ഞ ഒരു പാത്രം ഉണ്ടായിരുന്നു. സർക്കട്ടയുടെ തലയറുത്ത് വീണ അതേ ലാവയായിരുന്നു അത്. ആ ലാവ അയാളുടെ ഉള്ളിലേക്ക് പോകുന്നതും അയാളൊരു രാക്ഷസനായി മാറുന്നതുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മൂവിയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഇനിയും അടുത്ത മൂവീസ് ഉണ്ടാകാമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.